നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ഇരിങ്ങാലക്കുടയിലെ ബാറിന് മുൻവശത്ത് വെച്ചുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പുക അഖിലും 2 കൂട്ടാളികളും പോലീസ് പിടിയിൽ. പുക, അഖിലപ്പൻ എന്നീ വിളിപ്പേരുകളിൽ അറിയപ്പെടുന്ന ഈസ്റ്റ് കോമ്പാറ സ്വദേശി പൊറായി വീട്ടിൽ 28 വയസ്സുള്ള അഖിൽ, തൊമ്മാന കച്ചേരിപ്പടി സ്വദേശി പൊറ്റയ്ക്കൽ വീട്ടിൽ 29 വയസ്സുള്ള ആകാശ്, നടവരമ്പ് സ്വദേശി കുട്ടപ്ലാവിൽ വീട്ടിൽ 25 വയസ്സുള്ള പ്രണവ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തിരുവോണ ദിനത്തിൽ ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ ബാറിന് മുൻവശത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് പടിയൂർ പുത്തനങ്ങാടി സ്വദേശി അഭിനവിന്റെ സുഹൃത്തുക്കളും പ്രതികളും തമ്മിലുണ്ടായ ഉന്തും തള്ളും പിടിച്ചുമാറ്റാൻ അഭിനവ് ശ്രമിച്ചതിലുള്ള വൈരാഗ്യത്തിൽ പ്രതികൾ അഭിനവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ അഭിനവിനെ ആദ്യം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജിനേഷ് KJ, SI-മാരായ സഹദ്, മുഹമ്മദ് റാഫി, ജയകൃഷ്ണൻ, ഷൈൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഡാനി, സോണി, ഉമേഷ് KS, മുരുകദാസ്, ഷിൻഡോ KJ, സിവിൽ പോലീസ് ഓഫീസർ ഷാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി കേസിലെ പ്രതികളും സ്റ്റേഷൻ റൌഡികളുമായി 2 പേരെ തൃശൂർ റൂറൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. എടക്കുളം ചൂരക്കാട്ടുപടി സ്വദേശികളായ ഈശ്വരമംഗലത്ത് വീട്ടിൽ 27 വയസ്സുള്ള അഖിനേഷ്, പുത്തൻ വീട്ടിൽ 29 വയസ്സുള്ള അസ്മിൻ എന്നിവരെയാണ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എടക്കുളം സ്വദേശി കുന്നപ്പിള്ളി വീട്ടിൽ വിപിനെയാണ് കഴിഞ്ഞ ദിവസം പ്രതികൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. വിപിന്റെ സുഹൃത്ത് പ്രതികളിൽ ഒരാളുമായുണ്ടായ തർക്കത്തിൽ വിപിൻ ഇടപെട്ടതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. ഗ്രേഡ് SI-മാരായ ബാബു, നൌഷാദ്, ഫ്രാൻസിസ് മിനി, സീനിയർ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഷൌക്കർ, സിജു, സിവിൽ പോലീസ് ഓഫീസർ ദീക്ഷിത് എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുലിക്കളി ആഘോഷം വർണ്ണാഭമായി. മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച പുലിക്കളി ഘോഷയാത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, സിൻസൺ ഫ്രാൻസിസ് തെക്കേത്തല, ഭാസി രാജ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് ഠാണ വഴി മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. ഇരിങ്ങാലക്കുടക്കാർക്ക് ആദ്യമായി നമ്മുടെ തൃശ്ശൂരിനെ വിട്ടാൽ പിന്നെ പുലിക്കളി സമ്മാനിച്ചത് ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയാണ്. പ്രത്യേകം കാരണം നമുക്ക് തൃശ്ശൂർക്കൊന്നും പോകാതെ തന്നെ എല്ലാവർക്കും തൃശ്ശൂരെത്തി പുലിക്കളി നേരിട്ട് കാണാൻ സാധിക്കുകയില്ല. നമുക്ക് ഇവിടെ ഇരിങ്ങാലക്കുടയിൽ വർഷങ്ങളായി 6 വർഷമായി നടത്തി വരുന്നു. വളരെ ഭംഗിയായി നടത്തുന്നു. ഈ കൊല്ലവും വളരെ ഭംഗിയായി നടത്തുകയാണ് ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട. പ്രത്യേകം ഞാൻ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. നമുക്കറിയാം, 2ാം ഓണത്തിൻ്റെ അന്ന് തന്നെ നമ്മൾക്ക് നമ്മുടെ മാവേലി നാട് വാണിരുന്ന കാലത്ത് എങ്ങനെയാണോ നമ്മൾ കേരളം വേണ്ടത് എന്ന് നമുക്കൊക്കെ അറിയാം. സമത്വവും അതുപോലെ സ്നേഹവും എല്ലാം ജാതിമത ഭേദമന്യേ നമ്മളെല്ലാവരും ഒരേ ആൾക്കാരാണ് എന്നുള്ള ഒരു അസമത്വഭാവം നമുക്കൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സാമൂഹ്യ അവബോധം ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ തെളിവാണ് ഈ പുലിക്കളി ഇന്ന് ഇരിങ്ങാലക്കുടയിൽ നടത്തുന്നത്.
KPMS ഇരിങ്ങാലക്കുട യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് അവിട്ടാഘോഷം സംഘടിപ്പിച്ചു. പുഷ്പാർച്ചന, ഘോഷയാത്ര, അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു. മുനിസിപ്പൽ ടൗൺ ഹാൾ അങ്കണത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് KV രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN സുരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. യൂണിയൻ സെക്രട്ടറി KC രാജീവ് സ്വാഗതവും ട്രഷറർ ലളിത VM നന്ദിയും പറഞ്ഞു. അനുസ്മരണ പ്രഭാഷണം ജന്മദിന സന്ദേശം ശ്രീ സുധീഷ് നിർവഹിക്കുന്നു. KPMS ഏരിയ സെക്രട്ടറി രാജീവ് ചേലു സ്വാഗതവും ലളിത VM നന്ദിയും നിർവഹിക്കുന്നു. സാമൂഹ്യ സംഭാവന ചെയ്ത നേതാവും അനീതിയും അടിച്ചമർത്തലുകൾക്കുമെതിരെ ജീവിതമൊട്ടാകെ പോരാടിയ മഹാപുരുഷനായ ശ്രീ അയ്യങ്കാളിയെ സ്മരിക്കുന്നത് നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ ഈ ചെയ്യുന്ന ഇതാണ് നമ്മുടെ വരും തലമുറ, നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരിക്കലും എപ്പോഴും ഓർമ്മിക്കത്തക്ക രീതിയിൽ ഇതുപോലുള്ള അനുസ്മരണ ചടങ്ങുകൾ നടത്തേണ്ടത് ആവശ്യം തന്നെയാണ്. കാരണം ഇന്ന് കുട്ടികളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ മറിയാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ നടത്തണം. പിന്നെ 162ാമത്തെ ചരമവാർഷികത്തിൽ നമ്മുടെ ഈ 162ാമത്തെ ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഓർക്കുന്നത് വിദ്യാഭ്യാസം, അതുപോലെ സമത്വം, സാമൂഹ്യ നീതി എന്നിവയ്ക്കൊക്കെ അദ്ദേഹം നടത്തിയ അതുല്യമായ പോരാട്ടങ്ങളാണ്. കർഷക കുടുംബത്തിൽ ജനിച്ചെങ്കിലും സമൂഹത്തിലെ അടിച്ചമർത്തലുകൾക്കും മുന്നിൽ വഴങ്ങാതെ സ്വന്തം ജീവിതം തന്നെ ഒരു വിപ്ലവമായി മാറ്റുകയായിരുന്നു അദ്ദേഹം. എടക്കുളം SNG-SS യൂത്ത് മൂവ്മെന്റിന്റെയും വനിതാ മൂവ്മെന്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള വനിതാ കൈകൊട്ടിക്കളി മത്സരം പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സിബി കുന്നപ്പശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ മൂവ്മെന്റ് സെക്രട്ടറി താര അനിൽ, എടക്കുളം SNG-SS പ്രസിഡന്റ് KV ജിനരാജദാസൻ, സെക്രട്ടറി ശശിധരൻ VC എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.